ടിക്കറ്റിംഗ് മെഷീനുകൾ പ്രവർത്തിക്കാത്തത് കെഎസ്ആർടിസിക്ക് വലിയ വരുമാന നഷ്ടമുണ്ടാക്കുന്നതായി ആരോപണം. ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ടിക്കറ്റിംഗ് മെഷീനുകൾ പകുതിയിലധികം തകരാറിലായതും പുതിയ മെഷീനുകൾ സജ്ജമാക്കാൻ വൈകുന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണം. പഴയ ടിക്കറ്റ് റാക്കുകൾ ഉപയോഗിച്ച് നടത്തുന്ന സർവീസുകൾ കണ്ടക്ടർമാരുടെ ജോലിഭാരം വർദ്ധിപ്പിച്ചതായും ആക്ഷേപമുണ്ട്. 2008 മുതലാണ് കെഎസ്ആർടിസി ടിക്കറ്റിംഗ് മെഷീനുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. മൈക്രോ എഫക്സ്, സോഫ്റ്റ് ലാൻഡ് എന്നീ കമ്പനികളുടെ മെഷീനുകളാണ് കോർപ്പറേഷൻ വാങ്ങിയത്. ഇതിൽ മൈക്രോ എഫക്സ് വിതരണം ചെയ്ത 5000 മെഷീനുകളിൽ പകുതിയിലധികം തകരാറിലായി. മുഴുവൻ തുകയും ലഭിച്ചില്ലെന്ന കാരണം പറഞ്ഞ മെഷീനുകൾ സർവീസ് ചെയ്യാൻ മൈക്രോ എഫക്സ് തയ്യാറായില്ല. ഇവരുമായുള്ള കരാറിന്റെ കാലാവധി അവസാനിച്ചതും വിനയായി. മറ്റ് കമ്പനികളുടെ മെഷീനുകളുടെ അറ്റകുറ്റപ്പണിയും മന്ദഗതിയിലാണ്. പ്രധാനമായിട്ട് നമുക്ക് ടിക്കറ്റ് കൊടുക്കാൻ സാധിക്കാതെ വരികയും പ്രത്യേകിച്ച് ഡബിൾ ഡോർ സിസ്റ്റം ഉള്ളതുകൊണ്ട് വേഗത്തിൽ ടിക്കറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് യാത്രക്കാർക്ക് കോർപ്പറേഷൻ്റെ ഗണ്യമായ നഷ്ടം ഉണ്ടാകുന്നതിനുള്ള ഇടയാകുന്നുണ്ട്. പുതിയ മെഷീനുകൾ ലഭ്യമാകാൻ 1 മാസം കൂടി കാക്കണമെന്നിരിക്കെ പഴയ ടിക്കറ്റ് റാക്കുകളാണ് ഇപ്പോഴത്തെ ആശ്രയം. 2008 ശേഷം സർവീസിലെത്തിയ കണ്ടക്ടർമാർക്ക് ഈ സമ്പ്രദായം പരിചിതവുമല്ല. പുതിയ സാഹചര്യത്തിൽ ഓരോ ബസിന്റെയും പ്രതിദിന നഷ്ടം ശരാശരി 200 രൂപയും ഒരു ഡിപ്പോയുടേത് 2000-ന് മുകളിലുമാണ്. ട്രിപ്പ് ബില്ല് തയ്യാറാക്കുന്നതിനും ഫെയർ സ്റ്റേജ് മാർക്ക് ചെയ്യാനും മെഷീൻ ഇല്ലാതായതോടെ വരുമാനം കുറഞ്ഞതിനൊപ്പം കണ്ടക്ടർമാരുടെ കൈപ്പിഴയും ജോലിഭാരവും വർദ്ധിച്ചിരിക്കുകയുമാണ്. ഡീസൽ വില വർധനവ് സമ്മാനിച്ച വരുമാന നഷ്ടത്തിനൊപ്പം ടിക്കറ്റിംഗ് മെഷീനുകൾ പണിമുടക്കിയത് കെഎസ്ആർടിസിയുടെ നഷ്ടക്കണക്കുകളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ഫിറോസ് ഖാനോടൊപ്പം പ്രേംലാൽ, റിപ്പോർട്ടർ, ആലപ്പുഴ.